ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്സ് ആണ് HRM ഏരിയയിൽ. ഒന്ന് റിക്രൂട്ട്മെന്റ്, രണ്ടാമതായി സെലക്ഷൻ. ഈ രണ്ട് പ്രോസസ്സുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏരിയസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഏരിയാസ്, ഒന്ന് HRP എന്താണെന്ന് കണ്ടു. ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രോസസ് മോഡലിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ലെവൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ജോബ് അനാലിസിസിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ആണ് റിക്രൂട്ട്മെന്റ്. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രകാരം HR ഡിമാൻഡ് ഫോർകാസ്റ്റും HR സപ്ലൈ ഫോർകാസ്റ്റും കണ്ടക്ട് ചെയ്തു. അത് പ്രകാരം ഇഫ് വി റിക്വയർ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ, അടുത്ത ഒരു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ അടുത്ത ഒരു നിശ്ചിത ടൈമിനിടയിൽ നമുക്ക് എംപ്ലോയീസിന് ആവശ്യമാണെങ്കിൽ അവിടെ നമ്മൾ HR പ്രോഗ്രാമിംഗ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. അത് പ്രകാരം വി ഹാവ് എ പ്ലാൻ, എത്ര പേരെ ഹയർ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട തരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടെത്താനുള്ള പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. അതായത് നമുക്ക് വേണ്ട പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസിൽ അപ്ലൈ ചെയ്യിപ്പിക്കുന്ന പോയിന്റിൽ റിക്രൂട്ട്മെന്റ് കഴിയുന്നു. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരും? നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. അതേപോലെ മറ്റ് പല മീൻസിലൂടെ ആളുകളെ കൊണ്ട് നമ്മളുടെ ജോബ് വേക്കൻസീസ് അവരിലേക്ക് എത്തിക്കുകയും ആ വേക്കൻസി കണ്ടിട്ട് നമ്മളുടെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ റിക്രൂട്ട്മെന്റ് ഈസ് ഓവർ. സോ റിക്രൂട്ട്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, അട്രാക്ടിങ് ആൻഡ് സ്ക്രീനിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ഫോർ എ പെർട്ടിക്കുലർ സ്പെസിഫിക് ജോബ്. നമ്മളിവിടെ നമുക്ക് വേണ്ട രീതിയിലുള്ള പെർസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് മാത്രം, ആ ഒരു ലെവൽ കൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് എൻഡ് ചെയ്തു എന്ന് പറയാം. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ സ്ട്രോങ് എംപ്ലോയർ ബ്രാൻഡ്, developing effective sourcing strategies, and utilizing various channels to reach a wide pool of qualified candidates. നമ്മളുടെ ആ ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ആളുകളെ നമ്മളുടെ ജോബിലേക്ക് അട്രാക്ട് ചെയ്യണം. അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ ആ പറയുന്ന പെർട്ടിക്കുലർ ജോബ്, അതേപോലെ തന്നെ എംപ്ലോയർ, കമ്പനിക്ക് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആവശ്യമാണ്. നമ്മളുടെ ജോലിയുടെ റെപ്യൂട്ടേഷൻ കണ്ടിട്ട് മാത്രമേ ആളുകൾ ജോയിൻ ചെയ്യും. സോ ആ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള എന്റർപ്രൈസ് ആക്കി മാറ്റുക എന്നുള്ള ഫസ്റ്റ് തിങ് ആണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള എംപ്ലോയർ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. ദെൻ ഡെവലപ്പിംഗ് ഇഫക്റ്റീവ് സോഴ്സിങ് സ്ട്രാറ്റജീസ്. എങ്ങനെയായിരിക്കണം നമ്മൾ എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടത്, അതിനുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസിലേക്ക് മാക്സിമം ആളുകളെ കൊണ്ട് അപ്ലൈ ചെയ്തിരിക്കുക. ഇതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്ന സ്റ്റേജസ്. ഓക്കെ, സോ കോമ്പോണൻസ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കോമ്പോണന്റ് ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി HRPയുമായി ബന്ധപ്പെട്ട് ജോബ് അനാലിസിസ് എന്താന്ന് പറഞ്ഞു. ജോബ് അനാലിസിസ് എന്താണ്? ക്ലിയർലി ഡിഫൈനിങ് ജോബ് റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. അതായത് ഇവിടെ രണ്ട് പെർട്ടിക്കുലർ ഏരിയാസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ജോബ് സ്പെസിഫിക്കേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനുമാണ് റിക്രൂട്ട്മെന്റിന്റെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കിവിടെ ആ ഒരു ജോബിന്റെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് വേണ്ടതെന്ന് അറിയണം. അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻ വഴി ഏത് തരത്തിലുള്ള ഇൻഡിവിജ്വൽ ആണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടതെന്നും അറിയണം. സോ ഇത് രണ്ടും മനസ്സിലാക്കുന്ന പോയിന്റിലാണ് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്ലിയർലി ഡിഫൈനിങ് ജോബ് റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, അതാണ് ജോബ് അനാലിസിസിന്റെ കണ്ടന്റ്. ദെൻ ഐഡന്റിഫൈങ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസൈഡ് കോമ്പറ്റൻസീസ്. എംപ്ലോയീസിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? അത് സ്പെസിഫിക്കേഷൻ ആണ്. ആൻഡ് ക്രിയേറ്റിംഗ് എ ഡീറ്റെയിൽഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. സോ രണ്ട് പാർട്ടുകൾ, ഒന്ന് ജോബ് സ്പെസിഫിക്കേഷനും ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ വച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് HRP ഇതിന്റെ ബേസ് തന്നെയാണ്. HRPക്ക് ശേഷമേ റിക്രൂട്ട്മെന്റിൽ പോകാൻ സാധിക്കൂ. സോ HRP എന്താണ്? ഡിറ്റർമിനിങ് ദി നമ്പർ ഓഫ് എംപ്ലോയീസ് നീഡഡ്, എത്ര പേരെ നമുക്ക് ആവശ്യമായിട്ട് വരും എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് HRP. ഐഡന്റിഫൈങ് ദി ബെസ്റ്റ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്, ഡെവലപ്പിംഗ് റിക്രൂട്ട്മെന്റ് ബഡ്ജറ്റ്. നമ്മളുടെ സ്ട്രാറ്റജി എങ്ങനെയാണ്? റിക്രൂട്ട്മെന്റ് സോഴ്സ് ഏതായിരിക്കണം? ഇന്റേണൽ സോഴ്സ് വേണോ, എക്സ്റ്റേണൽ സോഴ്സ് വേണോ, ഏതാണ് നമ്മൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ദെൻ റിക്രൂട്ട്മെന്റ് ബഡ്ജറ്റ് കൃത്യമായിട്ട് നിർവചിക്കുക. ആൻഡ് ഫൈനലി ക്രിയേറ്റിംഗ് എ റിക്രൂട്ട്മെന്റ് ടൈം ലൈൻ. എത്ര നാളുകൾക്കുള്ളിൽ നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഇമ്മീഡിയറ്റ് ഹയറിംഗ് ആവശ്യമുള്ളത്, തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ് വരുന്നത്. സോ ഇവിടെ എത്ര പേരെ എങ്ങനെയായിരിക്കണം ഹയർ ചെയ്യേണ്ടതെന്ന് HR ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുന്നു.
ദെൻ എംപ്ലോയർ ബ്രാൻഡിങ് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. എംപ്ലോയർ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എ പോസിറ്റീവ് ഇമേജ് ഓഫ് ദി ഓർഗനൈസേഷൻ ആസ് ആൻ എംപ്ലോയർ. ഓർഗനൈസേഷനെ പറ്റി ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈലൈറ്റിംഗ് എ കമ്പനീസ് കൾച്ചർ, വാല്യൂസ് ആൻഡ് എംപ്ലോയി ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ബിക്കോസ് അട്രാക്ട് ചെയ്യണം. അങ്ങനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ കമ്പനി എന്തൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ കൾച്ചർ എങ്ങനെയായിരിക്കും, അവിടെ എംപ്ലോയീസിന്റെ വർക്ക് ലൈഫ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് ചെയ്യപ്പെടും. ദെൻ ലിവറേജിങ് സോഷ്യൽ മീഡിയ ആൻഡ് അതർ പ്ലാറ്റ്ഫോംസ് ടു പ്രൊമോട്ട് എംപ്ലോയർ ബ്രാൻഡ്സ്. സോ എംപ്ലോയറിന്റെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഉപയോഗിച്ചുകൊണ്ട് ബ്രാൻഡിന്റെ ഒരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എംപ്ലോയർ ബ്രാൻഡിങ് വരുന്നത്. ദെൻ കാൻഡിഡേറ്റ് സോഴ്സിങ് മീൻസ് ഐഡന്റിഫൈങ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ത്രൂ വേരിയസ് ചാനൽസ്. നമുക്ക് പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പല ചാനലുകളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും ഒക്കെ നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യും. യൂട്ടിലൈസിങ് ജോബ് ബോർഡ്സ്, സോഷ്യൽ മീഡിയ, എംപ്ലോയി റെഫറൽസ് ആൻഡ് അതർ സോഴ്സസ്. ഓക്കെ, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം കാൻഡിഡേറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. ഓക്കെ, ദെൻ ബിൽഡിംഗ് എ സ്ട്രോങ് ടാലന്റ് പൈപ്പ്ലൈൻ. നമുക്ക് നല്ല എംപ്ലോയീസിനെ കിട്ടാവുന്ന ടാലന്റ് പൂളുള്ള ഒരു വേ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. ദെൻ റിക്രൂട്ട്മെന്റ് ചാനൽസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് നമുക്ക് പറയാം. ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ജോബ് ബോർഡ്സ്, കമ്പനി വെബ്സൈറ്റ്സ്, ദെൻ സോഷ്യൽ മീഡിയ, ഇവയിലൂടെ വഴി നമുക്ക് ഓൺലൈൻ വഴി എംപ്ലോയീസിനെ ഹയർ ചെയ്യാം, എംപ്ലോയീസിനെ കണ്ടെത്താം. ദെൻ ഓഫ്ലൈൻ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ന്യൂസ് പേപ്പർ, ജോബ് ഫെയർ, ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഒക്കെ അത് ഓഫ്ലൈൻ മോഡായിട്ട് ഉപയോഗിക്കാം. ദെൻ എംപ്ലോയി റെഫറൽ മീൻസ് നിലവിലുള്ള എംപ്ലോയീസ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, അവർക്ക് ജോബിലേക്ക് ഓഫർ കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ വേണമെങ്കിൽ സ്വീകരിക്കാം. ദെൻ ഡയറക്റ്റ് സോഴ്സിങ്, ഐഡന്റിഫൈങ് ആൻഡ് അപ്രോച്ചിങ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ഡയറക്ട്ലി. നമുക്ക് വേണ്ട തരത്തിലുള്ള ഒരു എംപ്ലോയിയെ കണ്ടെത്തി നമ്മൾ തന്നെ അവരെ അപ്പോയിന്റ് ചെയ്യുന്നു, അതാണെങ്കിൽ ഡയറക്റ്റ് സോഴ്സിങ് ആണ്. ഹയർ ലെവൽ പൊസിഷൻസിനൊക്കെയാണ് അങ്ങനെ എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തി നമുക്ക് വേണ്ട ഇൻഡിവിജ്വൽ അദ്ദേഹമാണ്, അദ്ദേഹം തന്നെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുകയും അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പല ചാനലുകളിലൂടെ റിക്രൂട്ട്മെന്റ് പോകാറുണ്ട്. ദെൻ റിക്രൂട്ട്മെന്റ് സോഴ്സസിനെ പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോഴ്സസ് എന്ന് പറയുമ്പോൾ ബ്രോഡ്ലി നമുക്ക് അതിനെ ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇന്റേണൽ സോഴ്സസ് ടാപ്സ് ഇൻ ടു ദി എക്സിസ്റ്റിംഗ് ടാലന്റ് പൂൾ വിത്തിൻ ആൻ ഓർഗനൈസേഷനകത്ത് നിന്ന് തന്നെ നമ്മൾ ആളുകളെ കണ്ടെത്തുവാണെങ്കിൽ അത് ഇന്റേണൽ സോഴ്സ് ആണ്. വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ പ്രൊമോഷൻ വഴിയോ ട്രാൻസ്ഫർ വഴിയോ ഒക്കെ ആളുകളെ കണ്ടെത്തുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇന്റേണൽ ആണ്, അവർ ഓൾറെഡി ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടവരാണ്. ആ ഒരു സെൻസിൽ കോസ്റ്റ് കുറവാണ്. നമ്മൾ വലിയൊരു എക്സ്റ്റേണൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ ടെലിവിഷനിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഈസ് ദർ, ലെസ് എക്സ്പെൻസീവ് ദാൻ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് എക്സ്പെൻസീവ് ആണ്. ദെൻ ക്വിക്ക് ആണ്, റെഡ്യൂസസ് ടൈം ടു ഫിൽ പൊസിഷൻ. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹയർ ചെയ്യാൻ സാധിക്കും. മീൻസ് ആ ഒരു വേക്കൻസിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഇമ്മീഡിയറ്റ്ലി പ്രൊമോട്ട് ചെയ്ത വേക്കൻസി ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ജോബ് പോസ്റ്റ് ഇരിക്കുന്ന ആളെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വേക്കൻസി ഫില്ല് ചെയ്യാം. അത്തരത്തിൽ പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താവുന്ന മീൻസ് ആണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. ദെൻ ബൂസ്റ്റ് മൊറൈൽ. സോ ഇത്തരത്തിൽ പ്രൊമോഷനൊക്കെ കിട്ടുമെങ്കിൽ എംപ്ലോയീസ് പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ അവരുടെ മൊറൈലും മോട്ടിവേഷനും ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ദെൻ റെഡ്യൂസ്ഡ് ട്രെയിനിങ്. ഓൾറെഡി ഓർഗനൈസേഷനെ പറ്റി അറിയാവുന്നവരാണ് അല്ലെങ്കിൽ അതേ ജോബ് ലൈനിൽ തന്നെ താഴെ ഒരു പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് അഡീഷണൽ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ട്രെയിനിങ്ങിന്റെ ബർഡൻ കുറയ്ക്കാനും ഇന്റേണൽ സോഴ്സസ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, ക്വിക്ക് അപ്പോയിന്റ്മെന്റ് പോസിബിൾ ആണ്, ദെൻ മൊറൈലും മോട്ടിവേഷനും ഒക്കെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു, ട്രെയിനിങ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് ടാലന്റ് പൂൾ. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ട ഓൾഡ് പ്രാക്ടീസ് തന്നെയാണ് വീണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പുതിയൊരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ പുതിയൊരു നോളജ് ആണ്. അത്തരത്തിലൊരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ തന്നെ വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത് വഴി ടാലന്റ് പൂൾ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് മേ റെസ്ട്രിക്ട് ദി ചോയ്സ് ഓഫ് കാൻഡിഡേറ്റ്സ്. നമ്മുടെ കയ്യിൽ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ വെൻ വി ഹയർ ഇന്റേണലി നമ്മൾ ആ ഓപ്ഷൻസ് റെസ്ട്രിക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ബ്രീഡിംഗ് ക്യാൻ ലീഡ് ടു എ ലാക്ക് ഓഫ് ഫ്രഷ് പെർസ്പെക്റ്റീവ്സ്. ഇത് തന്നെയാണ് സെയിം കൺസെപ്റ്റ്.
ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ആളുകളെ തന്നെ വീണ്ടും അവരിൽ നിന്ന് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതായത് പുതിയ ഐഡിയാസ്, പുതിയ നോളജ്, പുതിയ പേഴ്സ്പെക്റ്റീവ്സിനൊന്നും നമ്മൾ വില കൊടുക്കാതെ ഇന്റേണലി ഉള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ തന്നെ നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് വഴി സാധിക്കുന്നത്. സോ ഇൻബ്രീഡിംഗ് കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. ദെൻ പൊട്ടൻഷ്യൽ ഫോർ റൈവൽറി. ഒരു ഇൻഡിവിജ്വൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്ത മറ്റൊരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രൊമോഷൻ കിട്ടിയില്ല എന്നൊരു തോന്നൽ വരാം. അത് റൈവൽറിക്കും എന്താ പറയാ ഡിസാറ്റിസ്ഫാക്ഷനും ഒക്കെ കാരണമാകാം. ഓക്കെ, ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. ലിമിറ്റഡ് ടാലന്റ് പൂൾ, ഇൻബ്രീഡിങ്ങിന്റെ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ ഇറ്റ് മേ ലീഡ് ടു പൊട്ടൻഷ്യൽ റൈവൽറി. ഓക്കെ, ദെൻ കോമൺ ഇന്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സസ് പറയുകയാണെങ്കിൽ ഒന്ന് പ്രമോഷൻ, ട്രാൻസ്ഫർ, ഡിമോഷൻ. ഹയർ പോസ്റ്റിലിരിക്കുന്ന ആളെ വേണമെങ്കിൽ പൊസിഷൻ താഴ്ത്തിക്കൊണ്ടും വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ റീഹയറിംഗ് ഫോർമൽ എംപ്ലോയീസ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന പഴയ എംപ്ലോയീസിനെ നമ്മൾ വീണ്ടും ഹയർ ചെയ്യുന്നു. ഓക്കെ, അത് പോസിബിൾ ആണ്. ദെൻ ജോബ് പോസ്റ്റിംഗ് വിത്തിൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനകത്ത് ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന എംപ്ലോയിയെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി മറ്റൊരു പൊസിഷനിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതാണ് വിത്തിൻ ഓർഗനൈസേഷനിലെ ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കോമൺ ഇന്റേണൽ സോഴ്സസ് ആണ്. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിമോഷൻ, റീഹയറിംഗ്, ദെൻ ജോബ് പോസ്റ്റിംഗ്സ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ദെൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. എക്സ്റ്റേണൽ സോഴ്സസ് ഫോക്കസ് ഓൺ അറ്റൈനിങ് കാൻഡിഡേറ്റ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷന്റെ പുറത്ത് നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് റീച്ചിങ് ഔട്ട് ടു പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ത്രൂ വേരിയസ് ചാനൽസ്. ഓക്കെ, ലൈക്ക് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നു. അഡ്വാൻറ്റേജ് എന്താണ്? ഒരുപാട് നമ്മുടെ ഇന്റേണൽ സോഴ്സസിന്റെ ഡിസഡ്വാൻറ്റേജുകളെല്ലാം എക്സ്റ്റേണൽ സോഴ്സസിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ബിക്കോസ് നമ്മളിവിടെ കൂടുതൽ ടാലന്റ് പൂളിനെ അക്വയർ ചെയ്യുകയാണ്. എക്സിസ്റ്റിംഗ് ടാലന്റ് പൂൾ അല്ലാതെ ഒരു ലാർജർ ടാലന്റ് പൂൾ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ആക്സസ് ടു എ വൈഡർ റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസസ്. രണ്ടാമതായി ന്യൂ പെർസ്പെക്റ്റീവ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടും. സോ ഇറ്റ് ബ്രിങ്സ് ഫ്രഷ് ഐഡിയാസ് ആൻഡ് അപ്രോച്ചസ്. സ്പെഷ്യലൈസ്ഡ് സ്കിൽ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഇൻഡിവിജ്വൽസിനെ തന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് മെ നോട്ട് ബി സ്യൂട്ടബിൾ. അവിടെ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലുള്ള എംപ്ലോയി ഇന്റേണലി ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിബിൾ ആവില്ല. അത്തരം സിറ്റുവേഷനിൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആണ് ഏറ്റവും നല്ലത്. സ്പെഷ്യലൈസ്ഡ് സ്കില്ല് കണ്ടെത്താൻ ആവശ്യമുള്ള സിറ്റുവേഷനിലൊക്കെ, സ്കിൽ ഗ്യാപ്സ് ഒക്കെ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് അത്തരം ടാലന്റ് പൂളിനെ കൊണ്ടുവരാൻ വേണ്ടി എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് ബെറ്റർ. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ് റിക്രൂട്ട്മെന്റ്. ബിക്കോസ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. പുറത്ത് നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കണം. അഡ്വർടൈസ്മെന്റ്സ് വഴി എംപ്ലോയീസ് നമ്മുടെ വേക്കൻസീസിലേക്ക് അവരുടെ റെസ്യൂമെ അയക്കുന്നു. ദെൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് അൾട്ടിമേറ്റ്ലി അപ്പോയിന്റ്മെന്റിലേക്ക് എത്തുന്നത്. സോ ദാറ്റ് പ്രോസസ് ഈസ് റിയലി ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. രണ്ടും പറയാം, കോസ്റ്റ്ലി ആണ്. അഡ്വർടൈസിങ് ചെയ്യണം, സ്ക്രീനിങ് ചെയ്യണം, ഓൺ ബോർഡിങ് എക്സ്പെൻസസ് ആർ ദെയർ. ഓൾ ദീസ് റിക്വയർ huge investment. Then uncertainty. New employees may require more training and adjustment. അതായത് പുതിയ എംപ്ലോയിയെ നമ്മൾ പല എക്സ്പെക്ടേഷനോട് കൂടിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ആ ഒരു കേപ്പബിലിറ്റി ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ അവരെ വീണ്ടും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുമെന്നുണ്ടെങ്കിലോ ആ ഒരു സിറ്റുവേഷൻ ഒന്നും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അങ്ങനെയുള്ള അൺസർട്ടനിറ്റിയും എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുണ്ട്. ദെൻ കോമൺ എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസിൽ കോമൺ ആയിട്ട് പറയാവുന്ന ഒന്ന് ജോബ് ബോർഡ്സ് ആണ്. ഓൺലൈൻ ആൻഡ് പ്രിന്റ് അഡ്വർടൈസ്മെന്റ് പല സൈറ്റുകളിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലേ? നമുക്കിപ്പോൾ വേക്കൻസീസ് അവൈലബിൾ ആണെന്നുള്ളത് പല ഓൺലൈൻ ജോബ് പോർട്ടൽസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. അത്തരത്തിൽ ജോബ് ബോർഡ്സ് വഴി, ഓൺലൈൻ ബോർഡ്സ് വഴി നമുക്ക് കാണിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ പ്രിന്റ് മീഡിയ എന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ജോബ് അഡ്വർടൈസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ എംപ്ലോയ്മെന്റ് ഏജൻസീസ് വഴി റിക്രൂട്ട് ചെയ്യാം. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് പോസിബിൾ ആണ്. സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ്സ് വഴി നമുക്ക് എംപ്ലോയീസിനെ കണ്ടെത്താം. ദെൻ എംപ്ലോയി റെഫറൻസ്, എക്സ്റ്റേണൽ റെഫറൻസ് പോസിബിൾ ആണ്. ഇന്റേണൽ റെഫറൻസ് അല്ലാതെ എക്സ്റ്റേണൽ റെഫറൻസ് പോസിബിൾ ആണ്. ആൻഡ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. പല ടെക്സ്റ്റുകളിൽ എംപ്ലോയി റെഫറൻസ് ഇന്റേണൽ ആയിട്ട് കാണാറുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ എക്സ്റ്റേണൽ ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയി റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം റെഫർ ചെയ്യുന്നത് എക്സ്റ്റേണൽ പാർട്ടിയാണ്. അതുകൊണ്ട് അത് ഇന്റേണൽ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, പ്രമോഷനും ഡിമോഷനും ട്രാൻസ്ഫറും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് റിട്ടയർ ചെയ്ത് പോയ ഒരു എംപ്ലോയിയെ തിരിച്ചു വിളിക്കുന്നതൊക്കെ ഇന്റേണലാണ്. പക്ഷെ ഒരു എംപ്ലോയി റെഫർ ചെയ്തിട്ട്
പുറത്തുനിന്നുള്ള ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, എംപ്ലോയി റെഫറൻസ് നോർമലി നമ്മൾ പറയേണ്ടത് എക്സ്റ്റേണൽ കാറ്റഗറിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ, വാക്ക് ഇൻ ഇന്റർവ്യൂസ്, ദെൻ കോൺട്രാക്ട് സ്റ്റാഫിംഗ്, താൽക്കാലികമായിട്ട് എംപ്ലോയീസിനെ നിയമിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാം. ഇതെല്ലാം കോമൺ എക്സ്റ്റേണൽ സോഴ്സസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് പറഞ്ഞു, ഓരോന്നിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. ദെൻ റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ് എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ഏരിയ ഉണ്ട്. അതാണ് റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ്. റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, അതിൽ നിന്ന് എത്ര പേരെ നമ്മൾ സെലക്ട് ചെയ്തു, അതിനെ ഒരു പിരമിഡ് സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ, അതായത് റിക്രൂട്ട്മെന്റ് വഴി നമുക്ക് എത്ര എംപ്ലോയീസിന്റെ ആപ്ലിക്കേഷൻ കിട്ടി, ആ ആപ്ലിക്കേഷൻ കിട്ടിയവരിൽ നിന്നും എത്ര പേരെ ഡിഫറെന്റ് സ്റ്റേജുകളിലൂടെ അൾട്ടിമേറ്റ്ലി നമ്മൾ സെലക്ട് ചെയ്തു, ആ ഒരു പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ് എന്ന് പറയുന്നത്. ഈ ഒരു പിരമിഡ് സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1200 ലീഡ്സ് ആണ് ജനറേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഈ 1200 ലീഡ്സിൽ നിന്നും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് 1/6 ഇന്റർവ്യൂവിന് വിളിച്ചു. ഓക്കെ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. അതായത് 200 പേരെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചു. അതിൽ നിന്നും 150 പേരാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഓക്കെ, 150 പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ 150 പേരിൽ 100 പേർക്ക് നമ്മൾ ഓഫർ ലെറ്റർ അയച്ചു, ജോബ് ഓഫർ കൊടുത്തു. പക്ഷെ ആ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്തത് 50 പേരാണ്. അപ്പോൾ നമ്മുടെ ന്യൂ ഹയർ എന്ന് പറയുന്നത് 50 പേരാണ്. അതായത് ഈൽഡ് പിരമിഡ് കാണിക്കുന്നത് ലീഡ് ജനറേറ്റ് ചെയ്തതിൽ നിന്നും എത്ര കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട് അതിന്റെ റേഷ്യോ ആണ് ഈൽഡ് പിരമിഡ് വഴി കാണിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് അറിയാം 24:1, 24 പേരിൽ ഒരാളാണ് യഥാർത്ഥത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടത്. ബിക്കോസ് 1200:50 ആണ് സെലക്ഷൻ റേഞ്ച്. അതായത് ഓരോ 24 പേരിലും ഒരാൾക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു പിരമിഡ് സ്ട്രക്ചർ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് ഈ റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ് എന്ന് പറയുന്നത്. സോ ദി റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ് ഈസ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ of the various stages of the hiring process and the conversion rates between each stage. ഓരോ സ്റ്റേജിലും കൺവേർഷൻ റേറ്റ് എങ്ങനെയാണ്, ഓരോ സ്റ്റേജിലേക്ക് എത്രമാത്രം കൺവേർഷൻ വന്നിട്ടുണ്ട്, അതാണ് റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ് വഴി നമുക്ക് പിക്ചോറിയലി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ദി ഓർഗനൈസേഷൻ അണ്ടർസ്റ്റാൻഡ് ദി എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദെയർ റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ എഫിഷ്യൻസി എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഈ ഒരു പിരമിഡ് വഴി നമുക്ക് മനസ്സിലാക്കാം എത്ര പേരെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, പ്രതീക്ഷിച്ച രീതിയിൽ കാൻഡിഡേറ്റ്സ് നമ്മുടെ ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്തോ, അപ്ലൈ ചെയ്തവർക്ക് ഓഫർ ചെയ്തവരിൽ തന്നെ എത്ര പേര് വന്നു, തുടങ്ങി ഓരോ സ്റ്റേജുകളിലും വന്നിരിക്കുന്ന ചേഞ്ചസ്, ആ ഒരു പ്രപ്പോർഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ് യൂസ് ചെയ്യാം. സോ ദി പിരമിഡ് ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ദി ഫോളോയിങ് സ്റ്റേജസ്. ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു അപ്ലൈ ഫോർ ദി ജോബ്. ഇതാണ് റിക്രൂട്ട്മെന്റ് റിസൾട്ട് എന്ന് പറയാം. ആ ഒരു പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നമ്പറിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും? നമ്പർ ഓഫ് ഇൻവൈറ്റഡ് കാൻഡിഡേറ്റ്സ്, ടോട്ടൽ ആപ്ലിക്കേഷനിൽ നിന്ന് എത്ര പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, ദി നമ്പർ ഓഫ് ആപ്ലിക്കൻസ് സെലക്ടഡ് ഫോർ ഫർദർ കൺസിഡറേഷൻ. ദെൻ അവിടെ നിന്നും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂഡ്. ഓക്കെ, ഇൻവൈറ്റ് ചെയ്തതിൽ നിന്നും എല്ലാവരും വരണമെന്നില്ല. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന എത്രയാണ്? ദി നമ്പർ ഓഫ് ഇൻവൈറ്റഡ് കാൻഡിഡേറ്റ്സ് ഹു ആർ ഇന്റർവ്യൂഡ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ നമ്പർ. നാലാമത്തെ നമ്പർ പറയുന്നത് എന്താ? നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഓഫേർഡ് ജോബ്. ഇന്റർവ്യൂ ചെയ്തതിൽ നിന്ന് എത്ര പേർക്ക് നമ്മൾ ജോബ് ഓഫർ കൊടുത്തു. ജോബ് ഓഫർ കൊടുത്തതിൽ ദി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അക്സെപ്റ്റഡ് ദി ഓഫർ. അതാണ് ഈ ഓരോ സ്റ്റേജുകളും എത്രമാത്രം ചേഞ്ച് വന്നിട്ടുണ്ട്, എത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ ആണ് ഓരോ സ്റ്റേജുകളിലും, എത്രമാത്രം കാൻഡിഡേറ്റ്സ് ആണ് കൊഴിഞ്ഞു പോയിരിക്കുന്നത്, അതിന്റെ റേഷ്യോ എങ്ങനെയാണ് ഫ്രം ഈച്ച് ലെവൽ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ് വഴി സാധിക്കും. ഓക്കെ, സോ ദി പർപ്പസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഈൽഡ് പിരമിഡ്? ലെറ്റ്സ് സീ. ഐഡന്റിഫൈങ് ബോട്ടിൽ നെക്സ്, പിൻ പോയിന്റ് സ്റ്റേജസ് വിത്ത് ലോ കൺവേർഷൻ റേറ്റ്. അതായത് നമ്മളുടെ ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും ലോ കൺവേർഷൻ റേറ്റ് ഉള്ള സ്റ്റേജസ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഓരോ സ്റ്റേജുകളും പറഞ്ഞു, അതിൽ ഏത് സ്റ്റേജിലാണ് കൺവേർഷൻ റേറ്റ് കുറവ് വന്നിരിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ പ്രെഡിക്റ്റിംഗ് ഹയറിംഗ് നീഡ്സ്, പ്രൊവൈഡ്സ് ഡേറ്റ ഫോർ ഫോർകാസ്റ്റിംഗ് സ്റ്റാഫ് റിക്വയർമെന്റ്സ്.
ഇത് പ്രകാരം നമുക്ക് ഹയറിംഗ് നീഡ്സ് എങ്ങനെയാണ്, എത്ര പേരെ ആവശ്യമായിട്ട് വരും എന്നൊക്കെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഇംപ്രൂവിങ് എഫിഷ്യൻസി ഹെൽപ്സ് ഒപ്റ്റിമൈസിങ് ദി റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പിരമിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി മെഷറിംഗ് റിക്രൂട്ട്മെന്റ് എഫക്റ്റീവ്നെസ്, എത്രമാത്രം ഇഫക്റ്റീവ് ആണ് നമ്മളുടെ സ്ട്രാറ്റജീസ് എന്ന് മനസ്സിലാക്കാനും റിക്രൂട്ട്മെന്റ് ഈൽഡ് പിരമിഡ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റിനെ പറ്റി പറയാനുണ്ടായിരുന്നത്.